ഭഗവാനെ രക്ഷിക്കണേ. രാത്രി 2 മണി വരെ ചാറ്റിങ് നടത്തുന്ന ഇവിടെ ചാറ്റിങ് ഒന്ന് നിർത്തി തരണം. എനിക്ക് വയ്യ രാവിലെ എഴുന്നേറ്റ് ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അടി താങ്ങാനുള്ള കെൽപ്പും എനിക്കില്ല. ഇവിടെ കള്ളപ്രാർത്ഥന കണ്ട് ഭഗവാൻ മയങ്ങല്ലേ. കള്ളിയാ, പെരും കള്ളി. ഇന്നലെ ഇവളും ഞാനും കൂടെ ബൈക്കിന് പോയപ്പം ഒരാൾ ഇവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് ഇവള് തിരിച്ച് ഷൈറ്റ് അടിച്ച് കാണിച്ചു. എന്ത് പറയാനാ? എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്റെ ശരീരം ഞാൻ നോക്കട്ടെ. ഇതുവരെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞില്ല മനുഷ്യ. ആ, നിന്റെ സ്വഭാവം കാരണം അമ്പലം അടച്ച് പൂജാരി പോയി കളഞ്ഞു. സ്വസ്ഥമായിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടിരി. എനിക്ക് പെട്ടെന്നാവട്ടെ മനുഷ്യ. വീട്ടിലൊരു ആഹാരം പാചകം ചെയ്യത്തില്ല ഇവള്. 3 നേരം ഞാൻ ഓൺലൈനിൽ മേടിച്ചു കൊടുക്കേണ്ട ഗതികേടാ. പറ്റില്ല എന്ന് പറഞ്ഞാ എന്റെ ശരീരം ഞാൻ നോക്കണ്ടേ. നിക്ക് എന്തോ കാണിക്കോ മനുഷ്യ. നിങ്ങൾ പറഞ്ഞെല്ലാം ഭഗവാൻ കേട്ട് ഭഗവാന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. തേങ്ങ ഉടച്ചുള്ള കളിയൊന്നും വേണ്ട. ശരി ഭഗവാന് ഞാൻ തേങ്ങ ഉടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോഴത്തെ തേങ്ങയുടെ വില ഭഗവാന് നന്നായിട്ട് അറിയാം. വീട്ടിലൊരു തേങ്ങ ചെയ്യാത്ത നിനക്ക് എന്തിനടി തേങ്ങ? ചുറ്റിലൊന്ന് നോക്കിക്കേ. അയ്യോ, എല്ലാരും എന്നെ തന്നെ നോക്കുന്നു. ആ, അതാ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന്. ആ, എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ടല്ലേ നിന്നെ കെട്ടിയത്. എടോ മനുഷ്യ, ആ, നിങ്ങൾ തേങ്ങ എടുക്കുമ്പോ എടുത്തോണ്ട് ഓടാൻ നിൽക്കുന്ന ഇവന്മാരെല്ലാം എടി അതിന് നിനക്കെന്താ? അവരെടുത്തോണ്ട് പോട്ടെ. ഈ തേങ്ങ ഞാനിപ്പോ ഭക്തർക്ക് മനസ്സിലാക്കി ഒരു 40 രൂപയെങ്കിലും എന്റെ നിൽക്കും. എന്താ പുളിക്കോ?